റോയൽ എൻഫീൽഡിൻ്റെ ഐതിഹാസികമായ പാരമ്പര്യവും ആധുനികതയും ഒത്തുചേരുന്ന ഒരു വിസ്മയമാണ് യഥാർത്ഥത്തിൽ 2026 ബുള്ളറ്റ് 350 ബറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയൻറ്റ്. വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ പോലും ഒരു ഗാംഭീര്യം തുളുമ്പുന്ന ഈ ഒരു വാഹനത്തെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ സ്വന്തം വാഹനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഷോറൂമിലാണ് വണ്ടി കിടക്കുന്നത്. രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ കഴിഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് വണ്ടി എത്തിയിട്ടില്ല. അപ്പോൾ അതിനുള്ള ആ ഒരു വിഷമം പിടിച്ച കാത്തിരിപ്പിൻ്റെ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഒരു 2-3 ദിവസം ഇനിയും കഴിയണമെന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ 2-3 ദിവസങ്ങൾ വീണ്ടും കഴിയുമ്പോൾ മാത്രമേ എനിക്ക് ഈ വാഹനം ഡെലിവറി എടുക്കാനാവുകയുള്ളൂ. അപ്പോൾ ആ തരത്തിലാണ് വെയിറ്റിംഗ് പോകുന്നത്. എന്തായാലും കറുപ്പിൽ പൊതിഞ്ഞ രാജകീയത തന്നെയാണല്ലേ ബുള്ളറ്റ് പ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ടത്. ആ കറുത്ത നിറം അല്ലെങ്കിൽ ഈ കറുത്ത നിറം തന്നെയാണ്. ഈ ബറ്റാലിയൻ ബ്ലാക്ക് വെറും ഒരു നിറം മാത്രവുമല്ല, അതൊരു വികാരം കൂടിയാണ്. പഴയകാല ബുള്ളറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന ഗോൾഡൻ നിറത്തിലുള്ള ഹാൻഡ് പെയിൻറ്റഡ് പിൻ സ്ട്രിപ്പിങ്ങും വെട്ടിത്തിളങ്ങുന്ന മെറ്റൽ ബോഡിയും ഇതിനൊരു വിൻറ്റേജിൻ്റെ കരുത്തും ലുക്കും എല്ലാം നൽകുന്നുണ്ട്. പിന്നെ പുതിയ ജെ സീരീസ് എൻജിൻ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഒന്നുകൂടെ ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സ്വന്തം വാഹനം മുന്നിൽ കിടക്കുമ്പോൾ അതെടുത്തങ്ങ് അടിച്ച് പൊളിച്ച് ഓടിക്കാനുള്ള ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതൊരു അത്യാഗ്രഹമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്പർ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പഴയ ബുള്ളറ്റുകളുടെ ആ തനതായ തമ്പ് ശബ്ദം നഷ്ടപ്പെട്ടിട്ടില്ല മുഴുവനായി എന്ന് പറയേണ്ടി വരും. ഈ എൻജിൻ വൈബ്രേഷൻസും വളരെ കുറഞ്ഞിരിക്കുന്നു. ദീർഘദൂര യാത്രകളെല്ലാം കുറേ കൂടി അധികം സുഗമമാവും എന്നുള്ളതൊക്കെയാണ്. ഈ പാരമ്പര്യം നിലനിർത്തുമ്പോൾ തന്നെ പുതുതലമുറയ്ക്ക് വേണ്ട മാറ്റങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഡിജി അനലോഗർ അല്ലെങ്കിൽ ഡിജിറ്റൽ അനലോഗ് മീറ്റർ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ. അപ്പം സ്പീഡോമീറ്ററിനൊപ്പം ഇന്ധനത്തിൻ്റെ അളവും മറ്റും കാണാൻ ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ USB ചാർജിങ് പോർട്ട്, നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് യാത്രകളിൽ വളരെയേറെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ സിംഗിൾ ചാനൽ ABS കൂടിയ 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മൾ പഴയ 2016 മോഡൽ ആ ഒരു UC എൻജിൻ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. അതിലും ABS സിംഗിൾ ചാനലായിരുന്നു. നല്ല കംഫർട്ടൊക്കെ തന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. 6 വർഷത്തോളം നമ്മളത് ഉപയോഗിച്ചതാണ്. ഓക്കെ. പിന്നെ ബുള്ളറ്റിൻ്റെ സിഗ്നേച്ചറായ ഒറ്റ സീറ്റ് ഈ മോഡലിലും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ദീർഘനേരമുള്ള യാത്രകളിൽ നടുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. കുണ്ടിലും കുഴിയിലും ഒക്കെ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഏകദേശം 1.75 ലക്ഷം മുതൽ 1.98 ലക്ഷം വരെയാണ്. ഇതിപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് 2,01,250 രൂപയാണ് കേട്ടോ. പല കൂട്ടലുകളും ഉണ്ട് അതിൽ. ഈ ഷോറൂമിൽ നിന്നൊക്കെയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതാണ് കഥ. എന്തായാലും മൈലേജ് നമുക്കൊരു 35 മുതൽ 40 വരെ പ്രതീക്ഷിക്കാം. വെറും ഒരു ഇരുചക്ര വാഹനമല്ല, പോരാളിയാണ് ബുള്ളറ്റ് 350.